ഹലോ ഫ്രണ്ട്സ്, മിനിവൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ പുതിയൊരു യാത്രയ്ക്ക് പോവുകയാണ്. ട്രെയിനിലാണുള്ളത്. കേദാർകാന്ത എല്ലാവർക്കും അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. നോർത്തിലെ, അതായത് ഉത്തരാഖണ്ഡിലെ ഒരു ഫേമസ് ട്രക്കിംഗ് ആണ് കേദാർകാന്ത. അതിനു വേണ്ടിയാണ് പോകുന്നത്. ഏകദേശം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് ആണ്. അപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിൽ പോയിട്ട് സാങ്ക്രി എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്. സാങ്ക്രി വില്ലേജിൽ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ട്രക്കിംഗ് ഞങ്ങൾ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ സാങ്ക്രിയിലേക്കുള്ള യാത്രയിലാണ്. ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 6:45 ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പോൾ സാങ്ക്രിയിലേക്ക് 4 മണിയാകുമ്പോഴേക്ക് എത്തിച്ചേരുന്ന വിചാരിക്കുന്നത്. ടെമ്പോ ട്രാവലറാണ് പോകുന്നത്. പലരും പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാണ്. അടിപൊളി വ്യൂ ആണ് പോകുന്ന വഴിക്കൊക്കെ. ഉത്തരാഖണ്ഡ് അത് കാരണം ഫുള്ള് മലകളാണ്, മലനിരകളാണ് കംപ്ലീറ്റ്. ഒരു മലയിൽ നിന്ന് എൻ്റെ മുകളിൽ നിന്ന് കയറി അടുത്ത മലയിലേക്ക് പോകണം. അങ്ങനെയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ? ബിൽഡിങ്ങുകളൊക്കെ മലേൻ്റെ താഴോട്ടേക്ക് ഇങ്ങനെ കുത്തി നിർത്തിയ പോലെയാണ് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. ഒരു ഹോട്ടലാണിത്. നമ്മൾ ഡ്രൈവർ എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. അപ്പം നമുക്ക് അർജുൻ ഭായ്. നമ്മളിപ്പോൾ മസൂരിയിലെത്തിയിരിക്കുകയാണ്. മസൂരി ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ മഞ്ഞുമലകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സാങ്ക്രിയിലേക്കുള്ള വഴിയാണ്. ഏകദേശം 9 മണിയായി. ഇവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടാകും മലേൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫുഡ് അവർ ഏർപ്പാടാക്കിയത്. ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ നല്ല വ്യൂ ആണ്. ഹോട്ടലിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യൂ ആണ്. ഹലോ. ആലു പൊറോട്ട ആൻഡ് ചനാബ് കറി, അതായത് കടലക്കറി. ഇതാണ് രാവിലത്തെ ഫുഡ്. ആലു പൊറോട്ട ഇവിടുത്തെ ഒരു അടിപൊളി ഫുഡാണ്. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഫുഡാണ് ആലു പൊറോട്ട. നമ്മുടെ നാട്ടിലുള്ള പൊറോട്ട പോലെയല്ല. പൊറോട്ട എന്നുള്ള പേരേ ഉള്ളൂ. സംഭവം ഇതിന് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഹെൽത്തി ഫുഡാണ്. നല്ല എനർജിയാണ്. 2 എണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ മുകളിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ താഴെ നിന്ന് കണ്ടില്ല, വിൻഡോയിലൂടെ കണ്ട അതേ വ്യൂ ആണ്. കിടു വ്യൂ അല്ലേ. ഏകദേശം 4 മണിയാവും നമ്മൾ സാങ്ക്രിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് വണ്ടികൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡെസ്റ്റിനേഷനാണ്. ചിലപ്പോൾ അവർക്ക് ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കമ്മീഷൻ കിട്ടുമായിരിക്കും. പിന്നെ എല്ലാ വണ്ടികളും ഇവിടെ നിന്നാണ് നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. രാവിലത്തെ ഒരു ഡെസ്റ്റിനേഷനാണ് ഇവിടെ. ഒരു 3:30-4 മണി ആകുമ്പോഴേക്ക് നമുക്ക് സാങ്ക്രിയിലെത്താം. സാങ്ക്രിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. സാങ്ക്രിയിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ മോശമൊന്നുമില്ല. നമ്മൾ കൈയൊക്കെ ഗ്ലൗസ് ഇടാതെ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഐസാവും, പിന്നെ മരവിച്ചു പോവും. ആനന്ദ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ആനന്ദ സംഭവം? ഇടൂ. ഓക്കെ, നമുക്ക് ഇനി സാങ്ക്രിയിലേക്ക് വണ്ടിയിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അത് യമുന നദി. എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു അരമണിക്കൂർ നമുക്കിവിടെ റെസ്റ്റിംഗ് ടൈമുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യമുന നദി ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറേ പേര് വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് റെസ്റ്റിംഗ് ടൈമുണ്ട്. ഇവിടെ നിർത്തും. ചായ കുടിക്കാനും ഒക്കെ ടൈമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി താഴോട്ടൊക്കെ ഇറങ്ങിയതാണ്. ഇവരൊക്കെ നോർത്ത് ഇന്ത്യ, ഡൽഹി, UP അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്.
നല്ല തണുപ്പാണ്, കൈയൊക്കെ നല്ല വരവച്ചിരിക്കുന്നുണ്ട്. ടെൻ്റ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പാണ്. രാത്രിയൊക്കെ നല്ല ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കുകയൊക്കെ ചെയ്യാം. യമുന നദി നല്ല അലറി പതഞ്ഞുകൊണ്ട് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയാണ്. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇതാ ഈ ഉത്തരാഖണ്ഡിൻ്റെ പ്രത്യേകത ഉണ്ട്. ഉത്തരാഖണ്ഡിൻ്റെ മുഴുവൻ മലനിരകളാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ നേരെയുള്ള വഴിയില്ലേ, അതുണ്ടാവില്ല. മലനിരകളാണ്. ഒരു മല കയറി വേറൊരു മലയിൽ ഇറങ്ങി, ഒരു മല കയറി വേറൊരു മല ഇറങ്ങി, എങ്ങനെ പോകും. ഇവിടെ കൃഷിയൊക്കെ നല്ല രസമാണ് കാണാൻ. തട്ടുള്ള കുന്നിൻ്റെ പള്ളയിലായിട്ടാണ് കൃഷി ചെയ്യുക. തട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വീടുകളൊക്കെ കണ്ടില്ലേ. അടിപൊളിയാണ്. കാരണം വെള്ളത്തിൻ്റെ കളറ് ഇത് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് മുകളിൽ നിന്ന്. അതുകൊണ്ടാണ് കളർ ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണുന്നത്. നല്ല വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഭയങ്കര തണുപ്പാണ്. നനച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയൊക്കെ പോച്ചു. അതുകൊണ്ട് വെള്ളത്തിൽ തൽക്കാലം ഇറങ്ങുന്നില്ല. ഇതാണ് ഇവർ കുടിക്കാനെടുക്കുന്നത്, അതുപോലെ വണ്ടി കഴുകാൻ. കാരണം ഈ വെള്ളം ഒഴുകിയിട്ട് ആ പുഴയിലേക്കാണ് പോകുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്, ക്ലിയർ വാട്ടറാണ്. അപ്പോൾ ഈ പൈപ്പ് കണ്ടില്ലേ, ഇത് അവരുടെ വീടുകളിലേക്ക് അതുപോലെ തന്നെ ഹോട്ടലുകളിലേക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. ഇത് മലയുടെ മുകളിലെ ഐസ് ഉരുക്കി അങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടെ. ഇതെവിടെ സ്ഥലം എന്നറിയില്ല. നല്ല വളവും തിരിവും ഒക്കെ ആയത് കാരണം പിന്നെ ആനന്ദിന് 1-2 തവണ ഛർദ്ദിച്ച്. നല്ല ഷെയ്ക്കാണ്. കുറേ പേര് 2-3 പേര് ഛർദ്ദിച്ച്. നല്ല മനോഹരമായൊരു സ്ഥലമാണിത്. ഇവിടുത്തെ മെനു ആണിത്. ഇവിടെ കത്ത് റേറ്റാണ്. ഇവിടെ ഒരു വെയിറ്റ് ഔട്ട് നൂഡിൽസിൻ്റെ വില കണ്ടില്ലേ, 150 രൂപയാണ്. 150 രൂപ ഭയങ്കര റേറ്റാണ്. ഒരു നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ വില 50 രൂപ. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. എന്തായാലും നമുക്ക് ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരു മാഗി കഴിക്കാമെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പോൾ ഈവനിങ് ടീ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ഇതും യമുന നദിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. യമുന നദിയാണെന്ന് തോന്നുന്നു. കുറേ പേര് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയത് കാണുന്നുണ്ട്. ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇവന്മാർക്ക് കമ്മീഷനുള്ള സ്ഥലത്താണ് ഇവന്മാർ നിർത്തുന്നത്. എന്താ, അപ്പോൾ ഇവിടെ മാഗി ടീ ഒക്കെ ഉണ്ട്. ഇപ്പം താഴെ പുഴേൻ്റെ അടുത്തൊന്ന് പോവാം. അവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഡ്രൈവർ കുറച്ച് ടെററാണ്. ഭയങ്കര വളവുകളൊക്കെ നല്ല വീശി എടുത്തിട്ട് ഭയങ്കര ബുദ്ധി. ഒന്നും ഉറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ വോമിറ്റ്, ഒരുപാട് പേര് വീണ്ടും വോമിറ്റ് ചെയ്തു ഇപ്പോൾ അങ്ങോട്ട് വരുന്ന വഴിക്ക്. പക്ഷേ ഇവിടെയുള്ള റോഡ് അങ്ങനെയാണ്, നല്ല സ്പീഡിൽ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഡെറാഡൂൺ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് സാങ്ക്രി വില്ലേജിലേക്ക് എത്താൻ വേണ്ടി. സാങ്ക്രി വില്ലേജിൽ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് റെസ്റ്റ് ഡേ ആയിരിക്കും. നാളെ ആയിരിക്കും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ വരുന്നത്. അതാ നമ്മളിപ്പോൾ ഈ പുഴയുടെ കരയിലെത്തി. ഒരുപാട് വലിയ വലിയ കല്ലുകളൊക്കെ, ഇങ്ങനെ ഉരുളൻ കല്ലുകൾ ഉള്ള അടിപൊളി ഒരു തീരമാണിത്. ഈവനിങ് വ്യൂ ഒക്കെ സൂപ്പറാണ്. ഒരുപാട് പേര് താഴെയുണ്ട്, ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരാളിതപ്പോൾ പാറേൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. അയ്യോ അടിപൊളി, സൂപ്പർ.
ഈ താഴ്വാരത്തിലല്ലേ ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ശരിക്കും രാത്രിയായി താഴെ. ഇനി അവർക്ക് സൂര്യനെ കാണണമെങ്കിൽ നാളെ കാണാൻ പറ്റും. ഇനി ഇരുടായി തുടങ്ങി താഴെ. ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. താഴ്വാരത്തുള്ള വീടുകളിലൊക്കെ ഇരുടായി തുടങ്ങി. താഴെ കൂടെ യമുനാ നദി ഒഴുകുന്നത് കാണാം. കണ്ടില്ല, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് താഴോട്ട് പോയത് യമുനാ നദിയിലെത്താം നമുക്ക്. അപ്പോൾ നമ്മൾ സംക്രിയിലെത്തിയിരിക്കുകയാണ്. സംക്രി വില്ലേജിൽ നമ്മളിപ്പോൾ വണ്ടി ഇറങ്ങി. നമ്മുടെ വണ്ടിയിലാണ്, മുകളിലാണ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ എടുക്കണം. നമ്മളിപ്പോൾ ഈ ട്രെക്കിംഗ് പാക്കേജ് ചെയ്യുന്നത്, നമ്മൾ മുമ്പ് ഹരിദ്വാർ വീഡിയോ ചെയ്തിരുന്നു, കുംഭമേള. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു അന്വേഷകൻ ഉണ്ടായിരുന്നു. അവളെ കെയർ ഓഫിലാണ് ട്രെക്കിങ് ചെയ്യുന്നത്. അവളാണ് പാക്കേജൊക്കെ ശരിയാക്കി തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവളെ വിളിക്കണം. എന്നിട്ട് നമ്മുടെ റൂം എവിടെയാണെന്ന് നോക്കണം. എന്നിട്ട് റൂമിലേക്ക് പോയിട്ട് നാളെയാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് സാങ്ക്രി വില്ലേജ്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ അതിന് മുകളിൽ തട്ടിയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ റൂമാണിത്. ഈ റൂമിൻ്റെ മുതലാളി ഓഷോൻ്റെ വലിയ ആരാധകനാണ്. നല്ലൊരു ക്ലൈംബറാണ് മൂപ്പര്. ഇന്ത്യയിൽ തന്നെ ഫേമസ് ക്ലൈംബർമാരിൽ ഒരാളാണ്. നല്ല ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ റൂം നമ്പർ 104 ആണ്. 104 സൂപ്പറാ സൂപ്പർ. 103 104. ഇതാണ് ഓപ്പൺ मेरा. We are neighbors. We are neighbors. सिंगल मिला है. सिंगल मार के गया कोई यहाँ पे. एक जन आएगा. अच्छा. पता नहीं लगा. सुस्ता मार के गया पूरा धुआं. अच्छा रूम है. सुपर. വാവ്, ഇതാണ് റൂം. കുഴപ്പമില്ല, നല്ല ബെഡ്, നല്ല കട്ട് ചെയ്ത കമ്പിളിയൊക്കെയാണ്. നല്ല തണുപ്പല്ലേ രാത്രി. ബാത്റൂം എങ്ങനെയാ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാങ്ക്രി വില്ലേജിൽ റൂമിലെത്തിക്കഴിഞ്ഞു. റൂമിൻ്റെ പുറത്തുള്ള ബാഗൊക്കെ ഇവിടെ വെക്കാം ആദ്യം. അത് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അത് കണ്ടില്ലേ? അയ്യോ, നല്ല ചോന്ന് കൊടുത്ത് കിടക്കാണ്. ഇതിന് മുകളിലേക്കാണ് നമുക്ക് നാളെ പോകേണ്ടത്. ഇതിന് മുകളിലാണ് നമ്മൾ ട്രെക്ക് ചെയ്യേണ്ടത് നാളെയല്ല, 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുക. ഓക്കെ, നമ്മൾ താഴ്വാരത്തിലെ കാഴ്ച നോക്കുന്ന നല്ല ആൾക്കൂടെ. കണ്ടില്ലേ, കൃഷിത്തോട്ടങ്ങളാണ് അതൊക്കെ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ, അവിടുന്ന് ആ രീതിയിലുള്ള തോട്ടങ്ങളാണ്. ആപ്പിളിൻ്റെ മരങ്ങൾ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നതാണ്. ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് അതിൻ്റെ സീസൺ, വിളവെടുക്കുന്ന സമയം. ഓഗസ്റ്റ് മാസത്തിലൊക്കെ. അത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും. ഫോളിങ് ടൈം എന്ന് പറയും. അതാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് കാണിച്ചു. ടെമ്പിള്, ആ ടെമ്പിളിലേക്ക് ഒന്ന് പോയാലോ? താഴെ ഒരു ടെമ്പിൾ കാണാം, നമുക്ക് വേണമെങ്കിലൊന്ന് പോയി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. നല്ല മനോഹരമായ അടിപൊളി ഒരു ടെമ്പിള്. ഫസ്റ്റ് നമ്മൾ വന്ന ഉടനെ തന്നെ ഒരു 3 മണിക്ക്, വന്ന ഉടനെ ഒരു 4 മണിക്ക്, 4 മണിയല്ല ഇപ്പോൾ സമയം പോയി, ലേറ്റായി നമ്മളിപ്പോൾ വരാൻ. ഒരു 6 മണി സമയമായി. അപ്പോൾ ഈവനിങ് 6 മണിയായില്ല, സമയം എന്തായി? ഈവനിങ് ടീ ആണിത്. ഇപ്പോൾ 6 മണിയാണ് കറക്റ്റാണ്. അതാ ടീ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അവിടെ കൂടെ വന്ന ടീമാണ്. ഇവർ ഗുജറാത്തിലാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഇവർ ഗുജറാത്തിലാണ്. ബീഹാർ. പക്ഷേ ഇയാൾ പഠിച്ചത് നമ്മുടെ നാട്ടിലാണ്, വിദ്യാപ്രകാശിൽ, വടകരക്കടുത്തുള്ള വിദ്യാപ്രകാശിലാണ് ഇവർ പഠിച്ചത്. 5 കൊല്ലം അല്ലേ? 5 years. 4 years. ഓക്കെ, 4 years ഈ സ്റ്റഡിയുടെ വിദ്യാപ്രകാശ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ, കറക്റ്റ്.
ഇഞ്ചി കൂടുതലായിട്ടുണ്ട് ഇതിനകത്ത്. ഇഞ്ചി എന്തിനാണ് കൂടുതലായിട്ട് ഇടുന്നത്? ഡൈജഷൻ പെട്ടെന്ന് നടക്കും അല്ലേ, തണുപ്പുള്ള സ്ഥലത്ത് ബോഡി ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് ഇടും, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്, ചായക്ക് സ്നാക്സ്. ഇവിടെ -ഡിഗ്രിയാണ് ഇപ്പോൾ അല്ലേ, -0 അല്ലേ, 0 ഡിഗ്രിയിൽ ആണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മളിവിടെ ട്രെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി റൂമിൽ ഇരിക്കാൻ പാടില്ല. റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ഈ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് അപ്പോൾ നാളെ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിരിക്കും ട്രെക്ക് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇങ്ങനെയൊരു ഫോം ഫില്ല് ചെയ്ത് നൽകണം, ഒരു ഡിക്ലറേഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്. കൂടാതെ തന്നെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ വിളിച്ചറിയിക്കാനുള്ള നമ്പറും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവരെ ഹൈക്കേഴ്സിൻ്റെ ഒരു ഫോം എല്ലാവരും ഫില്ല് ചെയ്യണം. കൂടാതെ നമ്മളൊരു എന്തെങ്കിലും ഒരു ID കാർഡിൻ്റെ കോപ്പി ഇവിടെ അവർ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവരും ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ്. ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നാളത്തെ ട്രെക്കിങ്ങിനെ പറ്റി ഒരു ചെറിയൊരു ക്ലാസ് തരും. ഇവർ അതിനൊരു മോക്കിംഗ് ക്ലാസ് എന്ന് പറയും ഇവർ. അപ്പോൾ ആ ഒരു ക്ലാസ് തരും. അത് എല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാളെ ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ. अलग अलग राज्यों से आए सभी लोगों का मैं स्वागत और धन्यवाद करता हूँ और आप लोगों को नमस्कार करता हूँ। मेरा नाम भगत सिंह रावत और मैं भी हिमालयन हाइकर्स का एक सदस्य हूँ जो हिमालयन हाइकर्स के लिए काम करता हूँ। तो आप लोग ട്രെക്കിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഇവരുടെ അവൈലബിൾ ആണ്. ഇതാ വാക്കിംഗ് സ്റ്റിക്ക് ഇവിടെ ഉണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം ഇവിടെ റേറ്റ് കുറച്ച് ജാസ്തിയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ക്യാപ്പും എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജീൻസ് ഇട്ടിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ട്രെക്കിംഗ് ജാക്കറ്റ് എല്ലാ സാധനവും ഇവിടെ റെൻറ്റിന് കിട്ടും. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാൻറ്റ് ഇവിടുന്ന് റെൻറ്റിനെടുത്താണ്. ഇത് 400 റുപ്പി വരും ട്രെക്കിങ്ങിന്. നല്ല റേറ്റുള്ള ട്രെക്കിംഗ് പാൻറ്റാണിത്. പിന്നെ നമ്മുടെ അവിടെ ടോയ്ലറ്റിൽ ഡ്രൈ ടോയ്ലറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിഷ്യൂ പേപ്പർ വേണം, അതും ഇവിടുന്ന് കിട്ടും, മേടിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റി കുറച്ചുകൂടി അറിയാൻ. ഈ ടോയ്ലറ്റ് പേപ്പർ അറിയായിരുന്നു, മറന്നുപോയി എടുക്കാൻ. അതുപോലെ തന്നെ ഈ ട്രെക്കിംഗ് പാൻറ്റിനെ പറ്റി ഓർമ്മയില്ലാതായിപ്പോയി. കണ്ടുപിടുന്ന് വാങ്ങേണ്ടി വന്നു, 400 രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ പിന്നെ ബാമ്പു കിട്ടും, ബാമ്പു സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്കായിട്ട് ബാമ്പു ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഇതാണ് 50 രൂപയാണ് ചാർജ് വരുന്നത്, ബാമ്പുവാണ്. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, എല്ലാം താഴത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മുടെ മുളവടി ഒക്കെ സെറ്റാണ്. പിന്നെ എല്ലാ ലഗേജും നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നില്ല, കാരണം മുഴുവൻ ലഗേജും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കനമുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 2-3 ജോഡി പിന്നെ സോക്സ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ തെർമൽസ്, പിന്നെ ജാക്കറ്റ്, ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് റെൻറ്റിന് കിട്ടും. റെൻറ്റിന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ഞാനൊരു പാൻറ്റ് ഇവിടുന്ന് വാങ്ങി ജീൻസ് ഇട്ട് കയറാനാണ് വിചാരിച്ചത്. പക്ഷേ ജീൻസ് ഇട്ട് കയറുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മസിൽ കയറും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ട്രെക്കിംഗ് പാൻറ്റ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ട്രെക്കിങ്ങിന് കാണാം. അപ്പം ഇവിടെ ഇപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ -2 ആണ്, -2 ഡിഗ്രിയാണ് ഇപ്പോൾ വരുന്നത്. സോക്സ് ഒന്നും ഇടാതെ നമുക്ക് കിടന്നു പറഞ്ഞാനാവില്ല. അപ്പോൾ യെസ്, നല്ല തണുപ്പാണ്. അപ്പോൾ ശരി, നാളെ നമുക്ക് ട്രെക്കിങ്ങിന് കാണാം. ഗുഡ് നൈറ്റ്.